ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ചില നേതാക്കൾ ജനിക്കുന്നത് പ്രതിസന്ധികളെ അതിജീവിക്കാൻ മാത്രമല്ല, ആ പ്രതിസന്ധികളെ തങ്ങളുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റാൻ കൂടിയാണ്. കർണാടക രാഷ്ട്രീയത്തിലെ അതികായനായ ദൊഡ്ഡാലഹള്ളി കെമ്പഗൌഡ ശിവകുമാർ അഥവാ DK ശിവകുമാർ അത്തരത്തിലൊരു നേതാവാണ്. ഒരു വിദ്യാർത്ഥി നേതാവിൽ നിന്ന് ആരംഭിച്ച് കർണാടകയുടെ മുഖ്യമന്ത്രി പദം വരെ എത്തി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതയാത്ര ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഉദ്യോഗജനകമായ അധ്യായങ്ങളിലൊന്നാണ്. കനകപുര ബണ്ടെ അഥവാ കനകപുരയിലെ പാറക്കല്ല് എന്ന് അനുയായികൾ സ്നേഹത്തോടെയും ശത്രുക്കൾ ഭയത്തോടെയും വിളിക്കുന്ന DK ശിവകുമാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വിശ്വസ്തനായ ട്രബിൾ ഷൂട്ടറും പ്രതിസന്ധി ഘട്ടങ്ങളിലെ മാനേജരുമായാണ് അറിയപ്പെടുന്നത്. 2026 മെയ് മാസത്തിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതോടെ കർണാടകയുടെ ഭരണ സാരഥ്യം ഏറ്റെടുക്കുന്ന ശിവകുമാറിന്റെ രാഷ്ട്രീയ ജീവിതം അധികാരത്തിന്റെയും തന്ത്രങ്ങളുടെയും പോരാട്ടങ്ങളുടെയും അതിജീവനത്തിന്റെയും ഒരു വലിയ കഥയാണ് നമ്മോട് പറയുന്നത്. 1962 മെയ് 15 കർണാടകയിലെ രാമനഗര ജില്ലയിലുള്ള കനകപുരയ്ക്കടുത്തുള്ള ദൊഡ്ഡാലഹള്ളി എന്ന ഗ്രാമത്തിൽ കെമ്പഗൌഡയുടെയും ഗൗരമ്മയുടെയും മകനായാണ് ശിവകുമാർ ജനിച്ചത്. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം കർണാടക രാഷ്ട്രീയത്തിൽ വലിയ വോട്ട് ബാങ്ക് ഉള്ളതും നിർണായക സ്വാധീനമുള്ളതുമായ വൊക്കലിഗ സമുദായത്തിൽപ്പെട്ട ആളാണ്. തെക്കൻ കർണാടകയിൽ, പ്രത്യേകിച്ചും പഴയ മൈസൂർ മേഖലയിൽ ഈ സമുദായത്തിനുള്ള സ്വാധീനം ചെറുതൊന്നുമല്ല. ഗ്രാമീണ പശ്ചാത്തലത്തിൽ വളർന്ന ശിവകുമാറിന് രാഷ്ട്രീയത്തോടുള്ള താല്പര്യം വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ കാലത്ത് തന്നെ അദ്ദേഹം മികച്ച നേതൃഗുണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടിയ അദ്ദേഹം വെറുമൊരു ജനപ്രിയ രാഷ്ട്രീയക്കാരൻ എന്നതിനേക്കാൾ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ സൈദ്ധാന്തികവും പ്രായോഗികവുമായ വശങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കിയ വ്യക്തിയാണ്. 80കളുടെ തുടക്കത്തിൽ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയുമാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അടിത്തറ പാകിയത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ ആവേശകരമായ നാളുകൾ അദ്ദേഹത്തെ സംഘടനാ പ്രവർത്തനത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനായ DK സുമേഷും പിൽക്കാലത്ത് അദ്ദേഹത്തോടൊപ്പം രാഷ്ട്രീയത്തിൽ സജീവമാവുകയും പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1989 തന്റെ 27ാമത്തെ വയസ്സിലാണ് DK ശിവകുമാർ ആദ്യമായി കർണാടക നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. മൈസൂർ ജില്ലയിലെ സാത്തനൂർ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അദ്ദേഹം ആദ്യ പോരാട്ടത്തിൽ തന്നെ വൻ വിജയം നേടി. കർണാടക നിയമസഭയിലേക്കുള്ള ആ പ്രവേശനം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറുകയായിരുന്നു. ആ വിജയം ഒരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് നടന്ന നിരവധി തെരഞ്ഞെടുപ്പുകളിലും സാത്തനൂരിൽ നിന്ന് അദ്ദേഹം തുടർച്ചയായി വിജയിച്ചു കയറി. മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2008 അദ്ദേഹം തന്റെ തട്ടകം കനകപുരയിലേക്ക് മാറ്റി. കനകപുര അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അജയ്യമായ ഒരു കോട്ടയായി മാറുന്നതാണ് ചരിത്രം കണ്ടത്. 2008, 2013, 2018, 2023 എന്നീ വർഷങ്ങളിൽ നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും എതിരാളികൾക്ക് യാതൊരു പഴുതും നൽകാതെ അദ്ദേഹം കനകപുരയിൽ നിന്ന് ഭീമമായ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 3 പതിറ്റാണ്ടിലേറെ നീണ്ട അദ്ദേഹത്തിന്റെ നിയമസഭാ ജീവിതം ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ചും തന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിനുള്ള അചഞ്ചലമായ സ്വാധീനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കേവലം ഒരു ജനപ്രതിനിധി എന്നതിനേക്കാൾ മികച്ച ഒരു ഭരണാധികാരി കൂടിയാണ് താനെന്ന് അദ്ദേഹം പലതവണ തെളിയിച്ചിട്ടുണ്ട്. തന്റെ ആദ്യ ടേമിൽ തന്നെ ജയിൽ വകുപ്പ് മന്ത്രിയായി തിളങ്ങിയ അദ്ദേഹം പിന്നീട് വിവിധ സർക്കാരുകളിലായി നഗരവികസനം, ഊർജം, ജലസേചനം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തു. കർണാടകയുടെ വികസനത്തിൽ അദ്ദേഹം നിർണായക പങ്കും വഹിച്ചു. DK ശിവകുമാർ എന്ന പേര് സംസ്ഥാന തലത്തിൽ നിന്നും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നടത്തിയ നിർണായകവും സാഹസികവുമായ ചില നീക്കങ്ങളിലൂടെയാണ്. രാജ്യത്തെവിടെയും പാർട്ടി ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് എപ്പോഴും ആശ്രയിച്ചിരുന്നത് ശിവകുമാറിന്റെ ബുദ്ധിസാമർഥ്യത്തെയും സംഘാടന മികവിനെയുമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത് 2002 മഹാരാഷ്ട്രയിൽ വിലാസ് റാവു ദേശ്മുഖിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ വലിയൊരു പ്രതിസന്ധിയെയും അവിശ്വാസ പ്രമേയത്തെയും നേരിടുന്ന സമയം. ഭരണപക്ഷത്തെ MLA-മാരെ വിലക്കെടുക്കാൻ എതിരാളികൾ വലവിരിച്ചപ്പോൾ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് MLA-മാരെ അതീവ രഹസ്യമായി ബംഗളൂരുവിലെ തന്റെ റിസോർട്ടിലെത്തിച്ച് സംരക്ഷിച്ചത് ശിവകുമാർ ആയിരുന്നു. വോട്ടെടുപ്പ് ദിവസം വരെ അവരെ ബാഹ്യ ഇടപെടലുകളില്ലാതെ അവിടെ താമസിപ്പിക്കുകയും കൃത്യസമയത്ത് മുംബൈയിൽ തിരിച്ചെത്തിച്ച് വിലാസ് റാവു ദേശ്മുഖ് സർക്കാരിനെ താഴെ വീഴാതെ സംരക്ഷിക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ മകുടോദാഹരണമാണ്. സമാനമായ മറ്റൊരു സംഭവം 2017 ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവും ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനുമായ അഹമ്മദ് പട്ടേലിന്റെ രാജ്യസഭാ വിജയം ഉറപ്പാക്കേണ്ടത് അന്ന് കോൺഗ്രസിന്റെ വലിയൊരു അഭിമാന പ്രശ്നമായിരുന്നു. ഗുജറാത്തിൽ നിന്നുള്ള കോൺഗ്രസ് MLA-മാരെ കൂറുമാറ്റത്തിൽ നിന്ന് രക്ഷിക്കാൻ ശിവകുമാർ അവരെ ബംഗളൂരുവിലേക്ക് കൊണ്ടുവരികയും സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കുകയും ചെയ്തു. ഈ നീക്കം അഹമ്മദ് പട്ടേലിന്റെ വിജയം ഉറപ്പാക്കിയെങ്കിലും ഇതിന്റെ പേരിൽ ശിവകുമാറിന് കടുത്ത രാഷ്ട്രീയവും വ്യക്തിപരവുമായ പ്രതികാര നടപടികൾ നേരിടേണ്ടി വന്നു.
ആദായ നികുതി വകുപ്പിന്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും റെയ്ഡുകൾ അദ്ദേഹത്തിന്റെ വീടുകളിലും സ്ഥാപനങ്ങളിലും തുടർച്ചയായി നടന്നു. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് ഈ റെയ്ഡുകൾ എന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ഏതൊരു രാഷ്ട്രീയക്കാരന്റെയും ജീവിതം അവസാനിപ്പിക്കാൻ പോന്നത്ര വലിയ പ്രതിസന്ധിയാണ് 2019 DK ശിവകുമാറിന് നേരിടേണ്ടി വന്നത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഡൽഹിയിലെ തിഹാർ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. എന്നാൽ ഈ ജയിൽവാസം അദ്ദേഹത്തെ തളർത്തുകയല്ല, മറിച്ച് കൂടുതൽ കരുത്തനായ ഒരു നേതാവാക്കി മാറ്റുകയാണ് ചെയ്തത്. 50 ദിവസങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനായി ബംഗളൂരുവിൽ വിമാനമിറങ്ങിയ അദ്ദേഹത്തിന് കർണാടക ജനതയും കോൺഗ്രസ് പ്രവർത്തകരും നൽകിയ വമ്പൻ സ്വീകരണം അദ്ദേഹത്തിന്റെ ജനപ്രീതി എത്രത്തോളം ഉണ്ടെന്ന് ദേശീയ നേതൃത്വത്തിന് കാണിച്ചു കൊടുക്കുന്നതായിരുന്നു. അന്വേഷണ ഏജൻസികളുടെ നിരന്തരമായ സമ്മർദ്ദവും രാഷ്ട്രീയ എതിരാളികളുടെ കടന്നാക്രമണങ്ങളും അദ്ദേഹത്തെ മാനസികമായി തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നുവെങ്കിലും അദ്ദേഹം അവയെല്ലാം പുഞ്ചിരിയോടെ നേരിട്ടു. 2018 കർണാടകയിൽ കോൺഗ്രസ് ജനതാദൾ സെക്യുലർ സഖ്യ സർക്കാർ രൂപീകരിക്കുന്നതിലും BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിലും അദ്ദേഹത്തിന്റെ പങ്ക് വളരെ നിർണായകമായിരുന്നു. സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടുമുള്ള അദ്ദേഹത്തിന്റെ വിശ്വസ്തത ഈ സംഭവങ്ങളിലൂടെ കൂടുതൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധം ദൃഢമായി. കർണാടകയിൽ കോൺഗ്രസ് പാർട്ടി വലിയൊരു പ്രതിസന്ധിയും നേതൃദാരിദ്ര്യവും നേരിടുന്ന സമയത്താണ് 2020 ദിനേശ് ഗുണ്ടു റാവുവിന്റെ പിൻഗാമിയായി DK ശിവകുമാർ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. പാർട്ടി അണികളിൽ പുതിയ ഊർജം നിറയ്ക്കാനും നേതാക്കൾക്കിടയിലുള്ള വിഭാഗീയതകൾ ഒരു പരിധിവരെ ഒഴിവാക്കി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. തന്റെ അപാരമായ സംഘാടന മികവും വിഭവ സമാഹരണ ശേഷിയും ഉപയോഗിച്ച് അദ്ദേഹം പാർട്ടിയെ ബൂത്ത് തലം മുതൽ ശക്തിപ്പെടുത്തി. ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നതിനായി അദ്ദേഹം നടത്തിയ മെക്കേദാട്ടു പദയാത്ര പോലെയുള്ള പരിപാടികൾ വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റി. ഇതിന്റെ എല്ലാം പരിണിത ഫലമായിരുന്നു 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ മൃഗീയ ഭൂരിപക്ഷത്തോടെയുള്ള ചരിത്ര വിജയം. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം ക്യാമറകൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജനങ്ങൾക്കും ഗാന്ധി കുടുംബത്തിനും നന്ദി പറഞ്ഞ ശിവകുമാറിന്റെ ചിത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വൈകാരികമായ മുഹൂർത്തങ്ങളിലൊന്നായിരുന്നു. ഈ വിജയത്തിന് ശേഷം മുഖ്യമന്ത്രി പദവിയിലേക്ക് അദ്ദേഹത്തിന്റെ പേരും അതിശക്തമായി ഉയർന്നു വന്നിരുന്നുവെങ്കിലും പാർട്ടി ഹൈക്കമാൻഡിന്റെ സമവായ ശ്രമങ്ങൾക്ക് വഴങ്ങി സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കാൻ അദ്ദേഹം സമ്മതിക്കുകയും ഉപമുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തു. ഉപമുഖ്യമന്ത്രി പദവിക്കൊപ്പം നിർണായകമായ ജലവിഭവ വകുപ്പും ബംഗളൂരു നഗര വികസന വകുപ്പും അദ്ദേഹം കൈകാര്യം ചെയ്തു. DK ശിവകുമാർ കർശനക്കാരനായ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, വളരെ ബുദ്ധിമാനായ ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നരായ രാഷ്ട്രീയ നേതാക്കളുടെ പട്ടിക പരിശോധിച്ചാൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടാകും. തന്റെ സത്യവാങ്മൂലത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ് അദ്ദേഹം ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റിയൽ എസ്റ്റേറ്റ്, മറ്റു വ്യവസായങ്ങൾ തുടങ്ങി നിരവധി മേഖലകളിൽ അദ്ദേഹത്തിന് വ്യക്തമായ നിക്ഷേപങ്ങളുണ്ട്. ഈ സാമ്പത്തിക അടിത്തറ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു കരുത്താണ് നൽകിയിട്ടുള്ളത്. 1993 അദ്ദേഹം ഉഷയെ വിവാഹം കഴിക്കുന്നത്. ഈ ദമ്പതികൾക്ക് ഐശ്വര്യ, ആഭരണ എന്നീ 2 പെൺമക്കളും ആകാശ് എന്നൊരു മകനുമുണ്ട്. മൂത്ത മകൻ ഐശ്വര്യയെ വിവാഹം കഴിച്ചിരിക്കുന്നത് കർണാടക മുൻ മുഖ്യമന്ത്രി SM കൃഷ്ണയുടെ ചെറുമകനും പ്രശസ്തമായ കഫേ കോഫി ഡേയുടെ ശൃംഖലയുടെ സ്ഥാപകനുമായിരുന്ന VG സിദ്ധാർത്ഥയുടെ മകനുമായ അമർത്യ ഹെഗ്ഡെയാണ്. ഈ വിവാഹബന്ധം കർണാടകയിലെ 2 പ്രബല രാഷ്ട്രീയ വ്യാവസായിക കുടുംബങ്ങളെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കുന്ന ഒന്നായിരുന്നു. കടുത്ത ഒരു ഈശ്വര വിശ്വാസിയായ അദ്ദേഹം തന്റെ ആത്മീയ യാത്രകൾക്കും ക്ഷേത്ര ദർശനങ്ങൾക്കും എപ്പോഴും സമയം കണ്ടെത്താറുണ്ട്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനും നിശബ്ദമായ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കുമൊടുവിൽ 2026 മെയ് അവസാന വാരത്തിൽ ആ ചരിത്ര മുഹൂർത്തം കർണാടക രാഷ്ട്രീയത്തിൽ വന്നെത്തി. മുൻകൂർ ധാരണ പ്രകാരവും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരവും സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പദം രാജിവെക്കുകയും കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായി DK ശിവകുമാർ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയ ദേശീയ നേതാക്കളുടെ ഇടപെടലിലൂടെ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളുമില്ലാതെ വളരെ സുഗമമായാണ് ഈ അധികാര കൈമാറ്റം നടന്നത്. 3 പതിറ്റാണ്ടിലേറെയായി കർണാടക രാഷ്ട്രീയത്തിൽ അഹോരാത്രം പണിയെടുക്കുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിനുള്ള ഏറ്റവും അർഹിച്ച അംഗീകാരമാണ്. ഉപമുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ബംഗളൂരു നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയും കുടിവെള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയും അദ്ദേഹം തുടങ്ങിവെച്ച ബൃഹത്തായ പദ്ധതികൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രി പദവിയിലെത്തുമ്പോൾ വലിയ വെല്ലുവിളികളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. മുൻഗാമികളുടെ വിശ്വസ്തരെ കൂടെ നിർത്തുക, പാർട്ടിക്കുള്ളിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുക, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക തുടങ്ങിയവ അതിൽ ചിലത് മാത്രമാണ്. എങ്കിലും ഒരു
ട്രബിൾ ഷൂട്ടർ എന്ന നിലയിലുള്ള തന്റെ മുൻകാല പരിചയം ഈ പ്രതിസന്ധികളെയും എളുപ്പത്തിൽ മറികടക്കാൻ അദ്ദേഹത്തെ സഹായിക്കും. ഒരു ഗ്രാമീണ വിദ്യാർത്ഥി നേതാവിൽ നിന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള DK ശിവകുമാറിന്റെ വളർച്ച കേവലം ഭാഗ്യപരീക്ഷണം കൊണ്ട് മാത്രം സംഭവിച്ച ഒന്നല്ല. കൃത്യമായ ആസൂത്രണം, ഏത് പ്രതിസന്ധി വന്നാലും പതറാത്ത മനസ്സ്, പാർട്ടിയോടും നേതൃത്വത്തോടുമുള്ള അചഞ്ചലമായ കൂറ്, താഴെത്തട്ടിലുള്ള ജനങ്ങളുമായുള്ള നിരന്തരമായ സമ്പർക്കം എന്നിവയാണ് അദ്ദേഹത്തെ അധികാരത്തിന്റെ ഉന്നത ശൃംഗങ്ങളിൽ എത്തിച്ചത്. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലെങ്കിലും സ്ഥിരമായ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം കൃത്യമായി വരച്ചുകാട്ടുന്നു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളും ജയിൽവാസവും രാഷ്ട്രീയ എതിരാളികളുടെ നിരന്തരമായ കടന്നാക്രമണങ്ങളും അദ്ദേഹത്തെ പലതവണ വേട്ടയാടിയെങ്കിലും ഒരു യഥാർത്ഥ പോരാളിയെപ്പോലെ അദ്ദേഹം അതെല്ലാം നേരിട്ട് നിന്നു. ഇന്ന് കർണാടകയുടെ ഭരണചക്രം ഒറ്റയ്ക്ക് തിരിക്കാൻ ഒരുങ്ങുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രതിസന്ധികളെ അതിജീവിച്ച വലിയൊരു തന്ത്രജ്ഞനായി DK ശിവകുമാർ എന്നും ഓർമ്മിക്കപ്പെടും. ദൃഢനിശ്ചയവും കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളും സമന്വയിപ്പിച്ചാൽ ഏതൊരു വലിയ മലയെയും മറികടക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. വരും തലമുറകൾക്ക് നൽകുന്ന ആ ഒരു സന്ദേശം അത്രമേൽ വലുതാണ്. കനകപുരയിലെ ജനങ്ങൾ സ്നേഹത്തോടെ വിളിച്ച ആ പാറക്കല്ല് ഇന്ന് കർണാടകയുടെ മുഴുവൻ വികസനത്തിന്റെയും അടിത്തറ പാകുന്ന ഉറപ്പുള്ള ശിലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നേറാനും ലക്ഷ്യം നേടുന്നതുവരെ വിശ്രമിക്കാതിരിക്കാനും പഠിപ്പിക്കുന്ന വലിയൊരു പാഠപുസ്തകം കൂടിയാണ് DK ശിവകുമാറിന്റെ ജീവിതം. തന്റെ പുതിയ പദവിയിൽ അദ്ദേഹം കർണാടകയെ ഏത് ദിശയിലേക്കാണ് നയിക്കുക എന്നത് വരും കാലങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്നായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.